ആമി കിച്ചണിലേക്ക് പോയി എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നെയും പുറത്ത് ബെല്ലടിച്ച്. അവൾ പോയി ഡോർ തുറന്നു. സുമതിയും ഭർത്താവുമായിരുന്നു. സോറി കുഞ്ഞേ, അവർ വെപ്രാളത്തോടെ അകത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു. ഏയ് അതൊന്നും സാരമില്ല. സാറ് എഴുന്നേറ്റോ കുഞ്ഞേ? ആ എഴുന്നേറ്റു. ഞാൻ പോയി വേഗം എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. അതും പറഞ്ഞ് അവർ വേഗം അകത്തേക്ക് പോയി. അവൾ അവരുടെ പുറകെ പോയി. ഒരാൾ കൂടെ ഉണ്ട് സുമതിയമ്മ കഴിക്കാൻ. അതാരാ കുഞ്ഞേ? അവർ സംശയത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല, ഏതോ ഒരു പെണ്ണ്. പെണ്ണോ? അതാരാ? റീന കുഞ്ഞല്ലല്ലോ. ഏയ് ആ ചേച്ചിയില്ല, ഇത് വേറെ ആരോ ആണ്. ഇനി ആ സാന്ദ്രക്കൊച്ചെങ്ങാനും ആണോ? അവരെന്തോ ആലോചിച്ചുകൊണ്ട് ചോദിച്ചു. പേരൊന്നും എനിക്കറിയില്ല. പിന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യമൊന്നും ആമിയെ ജോലി ചെയ്യാൻ അവർ സമ്മതിച്ചില്ലെങ്കിലും അവൾ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവർ പിന്നൊന്നും പറഞ്ഞില്ല. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് സുമതി അതെല്ലാം ടേബിളെടുത്ത് വെച്ചു. അപ്പോഴേക്കും ആദമും സാന്ദ്രയും താഴേക്ക് വന്നിരുന്നു. അവർ വന്ന് കഴിക്കാനിരുന്നു. സുമതി തന്നെ അവർക്ക് വിളമ്പിക്കൊടുത്തു. ആ നേരം അത്രയും ആദമിന്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അകത്തേക്ക് പായുന്നുണ്ടായിരുന്നു. ആമിയോടെ സുമതി തിരിഞ്ഞു പോകാൻ നിന്നു. അവൻ ചോദിച്ചു. കുഞ്ഞകത്തുണ്ട് സർ. വിളിക്ക്. അത് കേട്ട് അവർ വേഗം അകത്തേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞ് അവർ വന്ന് പറഞ്ഞു. സർ, കുഞ്ഞിനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അവൻ വേഗം എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അവൻ്റെ ആ പ്രവൃത്തി സാന്ദ്രയിൽ ദേഷ്യം നടക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് പോയ ആദം അവളുടെ കയ്യും പിടിച്ച് തിരിച്ചു വന്നു. അവളെ ബലമായി ചേറിൽ പിടിച്ചിരുത്തി ആഹാരം വിളമ്പിക്കൊടുത്തു. കഴിക്ക്. അവൾ ചുണ്ടുകൊട്ടിക്കൊണ്ട് പതിയെ കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നതിനിടയിൽ ആമി ചെറുതായി ഒന്ന് ചുമച്ചു. ആദം വേഗം തലയിൽ ചെറുതായി കൊട്ടിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവളുടെ ചുണ്ടിൽ മുട്ടിച്ചു. ആമി അവനെ നോക്കിക്കൊണ്ട് അത് കുടിച്ചു. ഇതൊക്കെ കണ്ട സാന്ദ്രയിൽ ആമിയോടുള്ള പക എരിഞ്ഞുകൊണ്ടിരുന്നു. അവൾ വേഗം എഴുന്നേറ്റ് പോയി. ഞാൻ എപ്പോൾ കഴിക്കാൻ വന്നാലും നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ആമിയെ നോക്കി അത്രയും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആദ്യം എഴുന്നേറ്റ് പോയി. അത് കേട്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് ചെറുതായി ചിരി വന്നു. നീ എങ്ങോട്ടാടാ ഇത്ര രാവിലെ തന്നെ? എങ്ങോട്ടോ പോകാൻ റെഡിയായി നിൽക്കുന്ന അലോഷിയെ കണ്ട മാത്യു ചോദിച്ചു. ആദ്യം ഇത്ര ചോദിക്കാൻ മാത്രം എന്തിരിക്കുന്നു? താല അവിടെ കാത്തിരിക്കുന്നുണ്ടാവും ഈ വാലിനെ. മാത്യുവിന് ചായം കൊണ്ടുവന്ന മേരിയാണത് പറഞ്ഞ്. ദേ, ഞാൻ പറഞ്ഞ മറക്കണ്ട. പണ്ടത്തെ പോലെ എൻ്റെ പൊന്നു മാമ, ഞാൻ എപ്പോഴും അങ്ങോട്ട് പോവില്ല പോരെ. പിന്നെ ഇപ്പം പോകുന്ന എന്നെ സാന്ദ്ര വന്നിട്ടുണ്ട്, അതുകൊണ്ടാ. അത് കേട്ട് അവർ പരസ്പരം നോക്കി. പിന്നെ മാത്യു ചോദിച്ചു. അവളെന്താ പെട്ടെന്ന്? അറിയില്ലപ്പാ, ഞാൻ പോയിട്ട് വരാം. അതും പറഞ്ഞ വേഗത്തിൽ പുറത്തേക്ക് പോയി. എനിക്കത്ര നല്ല വരവായിട്ട് തോന്നില്ല ചായ. അത് കേട്ട് അയാളൊന്ന് മൂളി. ആമി മോള്? അവരൊരു ആധിയോട് ചോദിച്ചു. ആ, നമുക്ക് വൈകുന്നേരം അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ശരി ചായ. അതും പറഞ്ഞ് അവർ അകത്തേക്ക് പോയി. മാത്യു എന്താ ആലോചനയോടെ അവിടെ ഇരുന്നു. റൂമിലേക്ക് വന്ന ആമി കാണുന്നു എവിടെയോ പോവാൻ റെഡിയാവുന്ന ആദമിനെയാണ്. അവൾ പതുങ്ങി അവിടെ തന്നെ നിന്നു. അവളുടെ ഈ തത്തിക്കളിയൊക്കെ മിററിലൂടെ ആദം കാണുന്നുണ്ടായിരുന്നു. അതേ, കുറച്ചേരായിട്ട് അവൻ തന്നെ ശ്രദ്ധിക്കാത്തതുണ്ട് ആമി പതിയെ വിളിച്ചു. എന്താ? അവളുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ പുരികം വരുത്തിക്കൊണ്ട് ചോദിച്ചു. അത് കണ്ട് അല്പം പേടി തോന്നിയെങ്കിലും അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്ക് ഒന്ന് അമ്മയുടെ അടുത്തേക്ക് പോകണമായിരുന്നു. എന്താ പെട്ടെന്ന്? അത് കേട്ട് അവൾ ഒന്നും പറയാതെ മുഖം കുനിച്ച് നിന്നു. ആദ്യം നടന്ന് അവളുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് പതിയെ വിളിച്ചു. ആമി. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. അണുവീണ പോലും ചലിക്കാതെ കണ്ണുകൾ തന്നെ നോക്കി നിന്നു. പിന്നെ എന്തോ ഓർത്ത പോലെ ആദം വേഗം അവളിൽ നിന്ന് ഓട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഇന്നെനിക്ക് പറ്റില്ല, നാളെ ആവട്ടെ. അത് കേട്ട് അവൾ വേഗം പറഞ്ഞു. ഞാൻ തനിയെ പോയിക്കോളാം. അത് വേണ്ട, നാളെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. അവളെ നോക്കി ഇത്തിരി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആമി അമ്മയെ കാണാൻ കഴിയാത്ത വേദനയിൽ സങ്കടപ്പെട്ട് അവിടെ തന്നെ ഇരുന്നു. ആലോഷി കാർ പോർച്ചിലൊതുക്കി അകത്തേക്ക് കയറി. അപ്പോഴേക്ക് സാന്ദ്ര സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ടായിരുന്നു. ഡേയ് വെള്ളപ്പാറ്റേ! പെട്ടെന്ന് സൈഡിൽ നിന്നുള്ള വിളി കേട്ടത് അവൾ സൈഡിലേക്ക് നോക്കി. അവിടെ നിൽക്കുന്ന അലോഷിയെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. ജോഷി! സാന്ദ്ര ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. അവൻ തിരികെ. എന്തു പറ്റിയടി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ? അവൻ അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ചോദിച്ചു. അതെന്താ, എനിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വന്നൂടെ? അല്ല, ഞാനിപ്പോൾ നിങ്ങൾക്ക് ആരുമല്ലല്ലോ. അവളൊരു പരിഭവത്തോടെ ചോദിച്ചു. നീ എന്താടി അങ്ങനെ പറഞ്ഞ്? പിന്നില്ലാതെ ആ ഒരു വിവാഹം നടന്നപ്പോൾ എന്നൊന്ന് ക്ഷണിക്കണമെന്നോ അറ്റ്ലീസ്റ്റ് ഒന്ന് അറിയിക്കണമെന്ന് പോലും ആർക്കും തോന്നിയില്ലല്ലോ. അവൾ ഇത്തിരി ദേഷ്യത്തിൽ ചോദിച്ചു. എടി, അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് അവൻ്റെ വിവാഹം നടന്നത്. അത് കേട്ട് അവളുടെ കണ്ണുകളൊന്നും ചുരുങ്ങി. അതെന്താ ജോഷി? അതൊക്കെ ഞാൻ സൗകര്യം പോലെ പറയാം. ശരി. അതും പറഞ്ഞ് മുന്നോട്ട് നോക്കിയ സാന്ദ്ര കാണുന്ന സ്റ്റെയർ ഇറങ്ങിയിരുന്ന ആദമിനെയാണ്. അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. പൗരുഷത്തോടെയുള്ള അവൻ്റെ വരവിൽ അവൾ മതിമറന്നു നിന്നു. നീ വന്നോ? ആദം അലോഷിയെ നോക്കി ചോദിച്ചു. എന്നിറങ്ങിയാലോ? സാന്ദ്ര രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ ചോദിച്ചു. നിങ്ങൾ കാറിൽ വെയിറ്റ് ചെയ്യും, ഞാൻ അനിയത്തിക്കുട്ടി ഒന്ന് കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് അലോഷി വേഗം മുകളിലേക്ക് ഓടി. ആദം ഒരു ചിരിയോടെ പുറത്തേക്ക് പോയി. എന്നാൽ സാന്ദ്രയിൽ ഇതൊക്കെ ആമിയോടുള്ള ദേഷ്യം കൂട്ടിക്കൊണ്ടിരുന്നു. അലോഷി മുകളിലെത്തുമ്പോൾ ആമി ബെഡിലിരിക്കുകയായിരുന്നു. അനീതിക്കുട്ടി! അവൻ അവളെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി.
ആ വിളിയും ആളെയും കണ്ട് അവളൊരു ചെറിയ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് നിന്നു. എന്തുപറ്റി, മുഖം വല്ലാണ്ടിരിക്കുന്നേ? അവൻ അല്പം ആദിയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. കള്ളം പറയണ്ട, അവൻ വഴക്ക് പറഞ്ഞു. അത് കേട്ട് അവൾ ഇല്ലെന്നർത്ഥത്തിൽ തലയാട്ടി. പിന്നെന്താ? അത് പിന്നെ എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി. പോയിക്കോട്ടെ ചോദിച്ചപ്പോൾ സമ്മതിക്കുന്നില്ല. നാളെ കൊണ്ടുപോകാന്ന്. അയ്യേ, ഇത്രയേ ഉള്ളൂ? ഇതിനാണെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്നത്? അവൻ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇന്ന് ടൈമില്ല, അതുകൊണ്ടായിരിക്കും. സാന്ദ്ര വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഞാനും ബിസിയാണ്, ഒന്നിനും നേരം കാണില്ല. ഞാൻ അവനോട് പറയാം, നാളെ തന്നെ മോളെ കൊണ്ട് പോകും, പോരെ? അത് കേട്ട് അവളും തലയാട്ടി. എന്നാൽ ശരി മോളെ, ഒന്ന് പുറത്തു പോകണം. അവളോട് യാത്രയും പറഞ്ഞ് അവൻ താഴേക്ക് ഇറങ്ങി. അവനെ കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആദവും സാന്ദ്രയും. ആദം നോർമലായി ഫോണിൽ നോക്കിയിരിക്കുന്നു. എന്നാൽ സാന്ദ്രയാകെ ദേഷ്യത്തിൽ. അപ്പോഴേക്ക് അലോഷി വന്ന് കാറിൽ കയറി. ഇതെവിടെയായിരുന്നു ജോഷി നീ? സാന്ദ്ര ദേഷ്യമെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് ചോദിച്ചു. സോറി ഡി, അവൻ അത്രമാത്രമേ പറഞ്ഞുള്ളൂ. ഈ സമയം കൊണ്ട് ആദം കാർ എടുത്തിരുന്നു. ഡാ, നാളെ ആമിയും കൊണ്ട് അവളുടെ വീട് വരെ ഒന്ന് പോകണം കേട്ടോ. പോകുന്നതിനിടെ അലോഷി ആദമിനോട് പറഞ്ഞു. അപ്പോഴേക്ക് പരാതി അവൾ നിന്നെ അറിയിച്ചോ? പരാതി പറഞ്ഞെന്നല്ലടാ, വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ കാര്യം ചോദിച്ചത്. അതിന് അതൊന്നും പറഞ്ഞില്ല. ഡാ, ഞാൻ പറഞ്ഞു നീ കേട്ടോ, അവളെ നാളെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. അവൻ മറുപടിയൊന്നും പറയാത്തതുകൊണ്ട് അലോഷി എന്നോട് പറഞ്ഞു. അതിനതൊന്ന് മൂളിക്കൊണ്ട് ഡ്രൈവിങ്ങിലേക്ക് ശ്രദ്ധ തിരിച്ചു. എന്നാൽ അവരുടെ സംസാരമൊക്കെ ശ്രദ്ധിക്കാനും സാന്ദ്രയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. അപ്പം ആദമും പൗർണമിയും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ലെന്ന് സാരം. എന്തായാലും അത് നന്നായി. അവരെ തമ്മിൽ പിരിക്കാൻ ഈ കുറച്ചുകൂടെ എളുപ്പമാവും. കുറച്ചു നേരത്തെ ആലോചനയ്ക്കൊടുവിൽ നാളെ ആദമിനെ പൗർണമിയുടെ കൂടെ വിടില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ആദമും അലോഷിയും സാന്ദ്രയും ഈവനിങ്ങാണ് പിന്നെ തിരിച്ചു വന്ന്. അവർ വന്നപ്പോഴേക്ക് ആമി വെറുതെ പുറത്തിരിപ്പുണ്ടായിരുന്നു. കാറിലിരുന്ന് തന്നെ സാന്ദ്ര ആമിയെ കണ്ടായിരുന്നു. അലോഷി ഇറങ്ങി ആമിയുടെ അടുത്തേക്ക് പോയി. എന്താണ് ഇത് കുട്ടി ഇവിടെ ഇരിക്കുന്നത്? ഏയ്, ഞാൻ വെറുതെ. ഇത് പറയുന്നതിനിടയിൽ ആമിയുടെ നോട്ടം പോയത് ആദമിന്റെ കൈയും പിടിച്ച് എന്തോ പറഞ്ഞു വരുന്ന സാന്ദ്രയിലാണ്. അത് കാണുക അവളുടെ മുഖം വീർത്തു വന്നു. എന്നാൽ അവളുടെ മുഖം ശ്രദ്ധിച്ചു വന്ന ആദമിന്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവനത് മറച്ചു പിടിച്ചുകൊണ്ട് സാന്ദ്രയെ ശ്രദ്ധിക്കുന്ന പോലെ നടന്നു വന്നു. സാന്ദ്ര അവന്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറിപ്പോയി. അത് കണ്ട ആമിയുടെ മുഖം ഇപ്പോൾ പൊട്ടുന്ന പോലെയായി. മോൾ എപ്പോഴും ഇങ്ങനെ ഇതിനകത്തിരിക്കുന്ന മടുപ്പല്ലേ, നമുക്ക് ആ പഠിപ്പ് തുടർന്നാലോ? അലോഷിയുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ആമി എന്തു പറയുന്നതായി നിന്നു. അത് പിന്നെ അവൻ്റെ കാര്യമാണെങ്കിൽ മോള് പേടിക്കണ്ട, ഞാൻ സംസാരിക്കാനോട്. താങ്ക് യു ഏട്ടാ, അവൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ തലയിലും തലോടിക്കൊണ്ട് അകത്തേക്ക് പോയി. അലോഷി മുകളിലേക്ക് ചെല്ലുമ്പോൾ ആദം റൂമിൽ നിന്ന് ഡ്രസ്സ് മാറുകയായിരുന്നു. എന്താടാ? ഡോറിന്ന് അകത്തേക്ക് വന്ന് അലോഷിയെ നോക്കിക്കൊണ്ട് ആദം ചോദിച്ചു. എടാ, എനിക്ക് എന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താടാ? ആദം ഡ്രസ്സ് മാറിക്കൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നു. ആമി ഇവിടെ തന്നെ നിർത്താനാണോ നിന്റെ പരിപാടി? പിന്നെ വേറെ ഇവിടെ കൊണ്ടാക്കാൻ അവൾ എൻ്റെ കൂടെയല്ലേ വേണ്ടത്? ആദിത്തിരി ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. എടാ തെണ്ടി, അതല്ല, അവളുടെ പഠിപ്പിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ച്. അത് കേട്ടപ്പോഴാണ് അവൻ്റെ മുഖം ഒന്ന് അയഞ്ഞത്. ഓ, അതായിരുന്നു. പിന്നെ നീ എന്താ എഴുതിയത്? അലോഷി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, അവളെന്തെങ്കിലും പറഞ്ഞോ? അവൾ പറഞ്ഞില്ല, പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിന്നോട് സംസാരിക്കാമെന്ന്. അവനൊന്ന് മൂളി. നാളെ എന്തായാലും അവളുടെ വീട്ടിലേക്ക് പോകല്ലേ, അപ്പോൾ ടെക്സ്റ്റൊക്കെ എടുക്കാമല്ലോ. അതിന് മറുപടിയൊന്നും ആദം പറഞ്ഞില്ല. ഡാ, നീ കേൾക്കുന്നില്ലേ? ഒന്നും മിണ്ടാതിരുന്ന ആദമിനെ കണ്ട് അലോഷി ദേഷ്യത്തിൽ ചോദിച്ചു. കേട്ടടാ പുല്ലേ. അവനും തിരികെ അതേ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ ഇറങ്ങുക. ആദം പറഞ്ഞ് അലോഷി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒഴിഞ്ഞ റോഡിൻ്റെ സൈഡിൽ കാർ ഒതുക്കി ആരെയോ കാത്തു നിൽക്കുകയാണ് സാന്ദ്ര. വന്നിട്ട് ഇത്തിരി നേരമായി. അതിൻ്റെ മുഷിച്ചിൽ അവളുടെ മുഖത്ത് പ്രകടമാണ്. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞു മറ്റൊരു കാർ വന്ന് അവൾ നിൽക്കുന്നതിൻ്റെ സൈഡിലേക്ക് നിർത്തി. അതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. സോറി, ഞാനിത്തിരി ലേറ്റായി. അയാൾ ക്ഷമാപണം പോലെ പറഞ്ഞുകൊണ്ട് അവിടെ അടുത്തേക്ക് വന്നു. ഇറ്റ്സ് ഓക്കെ, അവളൊരു ഒഴുക്കം മട്ടി പറഞ്ഞു. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? നിന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്, അത് പറയാനാ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ച്. എന്താ കാര്യം? അയാളൊരു സംശയത്തോടെ ചോദിച്ച്. ഒരാളെ കൊല്ലണം. വല്ലാത്തൊരു ഭാവത്തിൽ പറയുന്ന അവളെ അവനെ നോക്കി. ആരാ ആള്? പൗർണമി. അതും പറഞ്ഞ് സാന്ദ്ര തൻ്റെ മൊബൈലിൽ നിന്നൊരു ഫോട്ടോ അയാൾ കാണിച്ചു കൊടുത്തു. അയാളത് വാങ്ങി നോക്കി. ഏതാ ഈ കുട്ടി? പറഞ്ഞാൽ നിങ്ങളറിയും, ആദം എബ്രഹാം കുരിശിങ്കൽ. പിന്നെ സാറിനറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അയാളൽപ്പം പേടിയോടെയും ബഹുമാനത്തോടെയും പറഞ്ഞു. ആദമിൻ്റെ വൈഫാണിത്. വാട്ട്? അയാൾ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ചോദിച്ചു. യെസ്, മിസ്സിസ് ആദം എബ്രഹാം. ദേഷ്യത്തിൽ തൻ്റെ പല്ലുകൾ ഞെരിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. സോറി മാം, ഞങ്ങൾക്കിത് ഏറ്റെടുക്കാൻ കഴിയില്ല. വൈ? ഭയം കൊണ്ടാണെന്ന് തന്നെ കൂട്ടിക്കോളൂ. പുറമേ കാണുന്ന ശാന്തതയൊന്നും അല്ല അയാൾ, ചെകുത്താനാ. അയാളുടെ വാക്കുകൾ അവളെ അത്ഭുതമാണ് തോന്നിച്ച്. ചെകുത്താനോ? അതെ, മാമിനാളെ തീരെ പരിചയമില്ല അല്ലേ? അയാൾ ചോദിച്ചതിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒരു അഡ്വൈസ് ഞാൻ തരാം. അയാളുമായി കോർക്കാതിരിക്കുന്നതാണ് നല്ലത്. ശത്രുസ്ഥാനത്തേക്ക് വന്നാൽ പിന്നെ മരണമാണ് ഫലം.
അതും ആ ചെകുത്താൻ്റെ കൈകൊണ്ട്. അത്രയും അവിടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അയാൾ കാറിലേക്ക് കയറിപ്പോയി. സാന്ദ്ര അപ്പോഴും അയാൾ പറഞ്ഞ വാക്കിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. രാത്രി റൂമിലേക്ക് വന്ന ആമി കാണുന്ന ബെഡിൽ കിടക്കുന്ന ആദമിനെയാണ്. അവനെ നോക്കിക്കൊണ്ട് അവൾ ഫ്രഷ് ആവാൻ കയറി. ഇത്തിരി നേരത്തിന് ശേഷം അവൾ ഇറങ്ങിയപ്പോൾ അവൻ ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു. ആമി അവനെ നോക്കാതെ ബെഡിൻ്റെ ഒരു സൈഡിൽ വന്ന് കിടന്നു. തൻ്റെ പിൻകഴുത്തിൽ ചുടുനിശ്വാസം തട്ടിയത് ആമി വേഗം പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. തന്നെ തൊട്ടില്ല എന്ന രീതിയിൽ നിൽക്കുന്ന ആദമിനെ കണ്ട് അവളും ഞെട്ടി. എന്താ? വീട്ടിലേക്ക് പോകണ്ട നിനക്ക്? അത് കേട്ട് അവൾ ചെറുതായും തലയാട്ടി. നാളെ രാവിലെ റെഡിയായി നിൽക്കുക, പോവാം. അവളത് കേട്ട് സന്തോഷം തോന്നിയെങ്കിലും പുറത്ത് കാണിച്ചില്ല. വെറുതെ ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ. എന്നാൽ ആ കണ്ണിലെ തിളക്കത്തിൽ നിന്ന് അവൾ സന്തോഷവതിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഒരു നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഇടഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഓട്ടം മാറ്റാനാവാതെ അവൾ കിടന്നു. എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണിൽ നിന്ന് ആ വിറകൊള്ളുന്ന ചുവന്ന ചുണ്ടിലേക്ക് തെന്നി നീങ്ങി. അതറിഞ്ഞ പോലെ അവളുടെ ശരീരം വിറച്ചു. തന്നിലേക്ക് അടുത്തു വരുന്ന അവൻ്റെ മുഖം കാണുക അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. ഇത് കണ്ട് ആദ്യം അവൾ നോക്കി ഒരു കുസൃതി ചിരിച്ചു. എന്നാൽ കണ്ണുകൾ മുറുകെ പൂട്ടിക്കിടക്കുന്ന അവൾ ഇതൊന്നും അറിഞ്ഞില്ല. ആദ്യം അവളെ നോക്കിക്കൊണ്ട് അതേ കുസൃതി ചിരിയോടെ അവളുടെ വെളുത്ത കവിളിൽ അമർത്തി കടിച്ചു. അവൾ വേദനയിൽ പുളഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു. അതുകൊണ്ട് ആദ്യം പൊട്ടിച്ചിരിച്ചു. ആമി കവിളിൽ കൈവച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി. അത് കാണിക്കാൻ അവൻ്റെ ചിരി ഒന്നുകൂടെ കൂടി. ഇത്തിരി നേരത്തിന് ശേഷം അവൻ്റെ ചിരി ഒന്ന് അടങ്ങിയതും ആദ്യം അവളുടെ അരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു, അല്ല, നീ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് ആമി കൊച്ചേ കണ്ണടച്ചത്? അവൻ്റെ ആ ചോദ്യത്തിൽ അവളൊന്ന് പതറിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. എന്നാൽ ആദം അതുപോലെ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ബെഡിൽ കിടത്തി. ശേഷം അല്പം നീങ്ങി അവനും കിടന്നു. സത്യത്തിൽ അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. വേഗം മറുസൈഡിലേക്ക് തിരിഞ്ഞു കിടന്ന അവൾ. പിറ്റേന്ന് എഴുന്നേറ്റ നേരം മുതൽ നല്ല സന്തോഷത്തിലായിരുന്നു ആമി. അമ്മയെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ. സുമതി വന്നു കഴിഞ്ഞ് അവരോട് പറഞ്ഞ ശേഷം അവൾ പോവാൻ റെഡിയായി മുകളിലേക്ക് കയറി. റൂമിൽ ആദ്യം ഡ്രസ്സ് ചെയ്യുന്ന നിൽപ്പുണ്ടായിരുന്നു. ഞാൻ താഴെയുണ്ടോ, വേറെ റെഡിയായി വാ. അത് കേട്ട് അവൾ ആദ്യമായി അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ ചിരിക്കുന്ന മുഖം കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. പിന്നെ വേഗം നോട്ടം മാറ്റിക്കൊണ്ട് ഡോർ തുറന്ന് താഴേക്ക് പോയി. ആമി വേഗം ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആവാൻ കയറി. താഴേക്ക് ഇറങ്ങിയ ആദം സോഫയിൽ ഇരുന്നുകൊണ്ട് ഫോൺ നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് സാന്ദ്ര അവൻ്റെ അടുത്തേക്ക് വന്നത്. അവൾ എവിടെയോ പോകാനുള്ള രീതിയിൽ ഒരുങ്ങി വന്നുകൊണ്ട് അവനൊരു സംശയത്തോടെ ചോദിച്ചു, നീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോടി? അത് കേട്ട് അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ മാത്രമല്ല, നമ്മൾ ഒരുമിച്ചാ പോകുന്നത്. നമ്മളോ? അതേലോ, ഞാനും നീയും. അല്ല സാന്ദ്ര, ഞാൻ... അവനെന്തോ പറയാമെന്ന സാന്ദ്ര വേഗം അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി നീ ഒന്നും പറയണ്ട, എഴുതിയിട്ട് വന്നേ, നമുക്ക് പോയിട്ട് വരാം. സാന്ദ്ര അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് സോഫയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, സാന്ദ്ര അതല്ല, ഞാനൊന്ന് പറയട്ടെടി. നീ ഒന്നും പറയണ്ട, വാ ഇങ്ങോട്ട്. അവനൊന്നും പറയാൻ സമ്മതിക്കാതെ സാന്ദ്ര അവനെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഞാൻ ഡ്രൈവ് ചെയ്തോളാം, നീ കയറ്. പിന്നെയും വല്ലായ്മയോടെ നിൽക്കുന്നവനെ അവൾ നിർബന്ധിച്ച് കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറ്റി. അവൾ മറു സൈഡിലേക്ക് വന്നു. കാറിൽ കയറുന്നതിന് മുന്നേ അവൾ തിരിഞ്ഞ് വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നീ അവൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നു, എനിക്കൊന്ന് കാണണം പൗർണമി. ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ കാറിലേക്ക് കയറി. പോവാൻ റെഡിയായി സന്തോഷത്തോടെ താഴേക്ക് വന്ന ആമി ആദ്യമിനെ കാണാതെ അവിടേക്ക് നോക്കി. കാണാത്തതുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് സുമതി അകത്തുനിന്ന് വന്ന്, സാറ് പോയല്ലോ, കുഞ്ഞിനി എങ്ങനെയാ പോകുന്നത്? പോയോ? എവിടെ? അവൾ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല കുഞ്ഞ്, സാന്ദ്ര കുഞ്ഞിൻ്റെ കൂടെ ഇപ്പോൾ കാറിൽ കയറിപ്പോയതേ ഉള്ളൂ. എന്തുകൊണ്ടോ അത് കേട്ട് ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കുഞ്ഞിത്തിരി നേരം വെയിറ്റ് ചെയ്യും, ഇപ്പോൾ വന്നാലോ? അവരാദ്യം പറഞ്ഞ അകത്തേക്ക് പോയി. ആമി സോഫയിലായി ഇരുന്നു. സമയം നീങ്ങുന്നല്ലാതെ ആരും വന്നില്ല. കണ്ണിൽ നിന്നും ധാരയായി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൾ വേഗം എഴുന്നേറ്റ് മുകളിലേക്ക് ഓടി. റൂമിലെത്തി ബെഡിലേക്ക് കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. തൻ്റെ കാര്യത്തിൽ ആദമിൻ്റെ താല്പര്യമില്ലായ്മയായി തോന്നിയവൾക്ക് അവൻ്റെ ജീവിതത്തിൽ അവൾക്കൊരു സ്ഥാനമില്ലാത്ത പോലെ തോന്നി. എന്തൊക്കെയോ ആലോചിച്ച് കരഞ്ഞുകൊണ്ട് അവൾ കിടന്നു. രാത്രി ഏറെ വൈകിയാണ് ആദമും സാന്ദ്രയും തിരികെ വന്നു. മെയിൻ ഡോർ അടിച്ചിട്ടിരിക്കുന്ന കണ്ട് ആദം ഡോറിൽ അകത്തേക്ക് കയറി. ഹാളിൽ ലൈറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവനതെല്ലാം ഓണാക്കി. ഇവിടെ ആരുമില്ലേ? പൗർണമി എവിടെ പോയി? സാന്ദ്ര ആദമിനെ നോക്കി ചോദിച്ചു. എന്നാൽ അവൻ അതിന് ഉത്തരം നൽകാതെ വേഗം മുകളിലേക്ക് കയറിപ്പോയി. പുറകെ അവളും. റൂം തുറന്ന് അകത്തേക്ക് കയറി ആദം കാണുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഇരുട്ടാണ്. അവൻ വേഗം കയ്യെത്തിച്ച് ലൈറ്റ് ഇട്ടു. മുറിയിൽ വെളിച്ചം വീണത് ഒരു വേള കണ്ണുകൾ പോയത് ബെഡിൽ സൈഡ് ചിരിഞ്ഞു കിടക്കുന്ന ആമിയിലാണ്. വേഷം കണ്ടാൽ അറിയാം, രാവിലെ പോവാനിറങ്ങിയ അതേ വേഷത്തിൽ തന്നെയാണ് അവൾ ഇപ്പോഴും എന്ന്. ആ കാഴ്ച എന്തോ അവനിൽ വല്ലാത്ത വേദന നിറച്ചു. ആദം അവളുടെ അടുത്തേക്ക് നടന്നു. കരഞ്ഞു തളർന്നുറങ്ങുന്ന അവളുടെ വാടിയ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറി. കണ്ണുനീരൊഴുകിയിറങ്ങിയ പാടുകൾ ഇപ്പോഴും കവിളിൽ മായാതെയുണ്ട്. അവൻ വല്ലാത്ത ആത്മസംഘർഷത്തോടെ അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് കവിളിൽ പതിയെ തലോടി. അവൻ്റെ കൈയുടെ സ്പർശനത്തിൽ അവൾ പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആദമിനെ കണ്ട് അവളുടെ ഉള്ളിലേക്ക്
താൻ ഇത്രയും നേരം കരഞ്ഞു തീർത്ത കണ്ണുനീർ തെളിഞ്ഞു വന്നു. നിമിഷ നേരം അവളുടെ കവിളിരിക്കുന്ന അവൻ്റെ കൈ തട്ടിയവനോട് ചാടി എഴുന്നേറ്റു. ആമി, ഞാൻ മിണ്ടിപ്പോരുത് നിങ്ങൾ. അവനെന്തോ പറയാൻ വന്നു. അതിനെ തടഞ്ഞുകൊണ്ട് അവളുടെ സ്വരം അവിടെ ഉയർന്നു. ആദ്യം ഞെട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ദേഷ്യത്തോടെയുള്ള ഭാവം കാണുകയായിരുന്നു അവനപ്പോൾ. കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. അതിനെന്നെങ്ങനെ വേദനിപ്പിക്കണമായിരുന്നോ? ആമി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ചോദിച്ചു. എന്നാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആമി, അങ്ങനെയല്ല, ഞാൻ എനിക്കൊരു വിശദീകരണവും കേൾക്കണ്ട. കൊണ്ടടക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ടെങ്കിൽ എന്നെ എൻ്റെ വീട്ടിലാക്കിക്കൂടെ പ്ലീസ്? അവൾ എൻ്റെ മുമ്പിൽ നിന്ന് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. അവൾ ആരെയും ഉദ്ദേശിച്ചെന്ന് അവന് മനസ്സിലായി. ഞാൻ ചെയ്തത് തെറ്റാ. അവന് നീ ആവശ്യമില്ലാത്ത ആരും ഇതിനിടയിലേക്ക് വലിച്ചിടണ്ട. അവൻ ഇത്തിരി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ ആരെയൊന്നും പറയുന്നില്ല. എന്നെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക്. ആരുടെ ഇടയിലേക്ക് ഒരു ശല്യമായിട്ട് ഞാൻ വരില്ല. നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നേ തിരിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടാക്കാനല്ല, ഇവിടെ എൻ്റെ കൂടെ ജീവിക്കാനാ. ആദ്യം ദേഷ്യത്തിൽ പറഞ്ഞു. അതിൽ ഇത്തിരി ഭയം തോന്നിയെങ്കിലും അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കേണ്ട. എനിക്ക് പോകണം എൻ്റെ വീട്ടിലേക്ക്. ഇത് കേട്ട ആദം അടങ്ങാത്ത കോപത്തോടെ അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് കവളിൽ കുത്തി പിടിച്ചുകൊണ്ട് അലറി. ആദം എബ്രഹാം എന്ന ഞാൻ നിന്നെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ തന്നെ ജീവിക്കും. ഇവിടെ നിന്ന് എങ്ങോട്ടും പോയില്ല, നീ എങ്ങോട്ടും. അത്രയും പറഞ്ഞ് അവൾ ബെഡിലേക്ക് തള്ളിക്കൊണ്ട് അവൻ വാതിൽ വലിച്ചടച്ച് പുറത്തേക്ക് പോയി. ആമി രണ്ട് കൈ കൊണ്ട് കവിളിൽ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കറഞ്ഞു. എന്നാൽ ഇവരുടെ ഈ സംസാരമൊക്കെ ശ്രദ്ധിച്ച് പുറത്തൊരു സൈഡിൽ ഒളിച്ചിരുന്ന സാന്ദ്ര ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ തീപ്പൊരി കിടന്ന് എരിയുന്നുണ്ടല്ലേ? ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അവൾ വല്ലാത്തൊരു ഭാവത്തിൽ ചിരിച്ചു.